ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഈ സ്നാക്ക് ഉണ്ടാക്കാൻ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്നാക്ക് വൈകുന്നേരത്തെ ടീ ടൈമിന് മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തേങ്ങയും ശർക്കരയും പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ വല്ലാണ്ട് ലൂസ് ആവാൻ പാടില്ല. ദോശമാവിനേക്കാളും കുറച്ച് തിക്നെസ് കൂടുതലുള്ള ബാറ്റർ ആയിരിക്കണം. ഇനി വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം മൊത്തത്തിൽ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ബാറ്റർ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയൊന്ന് 3 മിനിറ്റ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ ശരിക്കും ഒന്ന് ലൂസ് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊരിക്കാൻ തുടങ്ങാം. ഈ ഒരു പലഹാരം നമ്മൾ അപ്പത്തിൻ്റെ ഷേപ്പിലാണ് പൊരിച്ചെടുക്കേണ്ടത്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്ലൈറ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഈ അപ്പത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി മൊരിഞ്ഞ് കിട്ടാൻ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേപോലെ തന്നെ നമുക്ക് അപ്പം പൊരിച്ചെടുക്കാം. ഇതേപോലെ ഇരിക്കും നമ്മളെ സ്നാക്ക്. 2 സൈഡും നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. നമ്മൾ തേങ്ങയും കരിഞ്ജീരകവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത്. ഈവനിങ് സ്നാക്കിന് മാത്രമല്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം.